ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉറവീട് ആൻറ്റി എനിക്ക് അപ്പം തന്നയച്ചു. എനിക്കും ഇന്ന് അപ്പം തന്നെയായിരുന്നു. പക്ഷെ ആൻറ്റി അപ്പച്ചട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ പക്ഷെ വെറുതെ ഫ്രൈ പാനിൽ. ശരിക്കും അപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷെ ആ ഒരു ഭംഗിയില്ല എന്ന് മാത്രം. അതായത് ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ഭംഗിയില്ല. ആ സാധനം ചട്ടി അതല്ലല്ലോ. പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ലോ എന്ന് വിചാരിച്ചൊക്കെ ഭംഗിയില്ല. പിന്നെന്താ, ഞാൻ അതാ നടക്കണു. ഇന്ന് കുറച്ച് നേരം വൈകി ഇറങ്ങി, കാരണം ഇന്നും ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ വേണ്ടി കാത്തിക്കണം, ബസ് വരാൻ വേണ്ടി. കുറച്ച് നേരത്തെയാവും. അപ്പം ഞാൻ നേരം വൈകി ഇറങ്ങി. അപ്പോൾ ടൈമിങ് കറക്റ്റായി. ഇന്ന് ഞാൻ രാവിലെ തല കുളിച്ചു. സാധാരണ അങ്ങനെ കുളിക്കലില്ല, ഒന്നല്ലെങ്കിൽ തലേ ദിവസം കുളിക്കും. ഇപ്പം അങ്ങനെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോവാ. ഇവിടെ എന്താണെന്നറിയില്ല, നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ എൻ്റെ തലയിലെ താരനൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ ആ താരനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവും. ഒരു പഠിത്തം കിട്ടണ്ട എന്താ ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷെ ഈ നാട്ടിൽ പോയാൽ അങ്ങനെ ഡെയിലി കുളിക്കൊന്നുമില്ല. തലട്ട അമ്പലത്തിലൊക്കെ പോണ കാരണം ചിലപ്പോൾ, എന്നാലും അങ്ങനെ അടുപ്പിച്ച് കുളിയൊന്നുമില്ല. 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നരാടൊക്കെ കുളിക്കാനുള്ള തല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയാം, ഞാൻ വെറുതെ ചോദിക്കുക. പിന്നെന്താ, മുറിവിനാക്കി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്ക് ആകെ ക്ഷീണിക്കും നടക്കാനായിട്ട്. ഇടയ്ക്ക് നല്ല സുഖമായിരിക്കും. പിന്നെ എനിക്കിതിരി കാറ്റ് കുറവുണ്ടോ സംശയം, ചൂടെടുക്കണം. പിന്നെന്താ, ഉറുവിക്ക് വർക്ക്ഷോപ്പുകൾ വന്നു തുടങ്ങി. ആക്ടിവിറ്റീസ്, അത് ചെയ്യൽ ഇത് ചെയ്യൽ. ഫസ്റ്റ് ഡേ ക്രൗഡ് ഉണ്ടാക്കലായിരുന്നു. ഇന്നലെ 3 ആക്ടിവിറ്റി ഉണ്ടായി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെ ചെയ്ത് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. അവൾ തന്നെയാണ് ചെയ്യണതൊക്കെ, ഹെൽപ്പ് ചെയ്യും ഞാൻ. അതൊക്കെ ചെയ്ത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. തുടക്കത്തിലുള്ള ഇൻട്രസ്റ്റ് ആണോ എന്താണെന്ന് അറിയില്ല. അതൊക്കെ ചെയ്തതാ. ഇപ്പോൾ ചിലപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കും, അപ്പോൾ കാട്ടിക്കൊടുക്കാനായിട്ട്